ഇന്ന് നമ്മളൊരു ചെറിയ ക്വിസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓൺ ഹോട്ട് ഡേയ്സ് വി യൂഷ്വലി ബ്ലാങ്ക് ഫോർ എ സ്വിം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി 4 ഓപ്ഷൻസ് നോക്കിക്കേ. ആർ ഗോയിങ്, ഹാവ് ബീൻ ഗോയിങ്, ഗോസ് ആൻഡ് ഗോ. ഈ 4 ഓപ്ഷൻസും ഉണ്ട്. ആക്ച്വലി ക്വിസ് ഭയങ്കര സിമ്പിളാണ്. കാരണം നമുക്കിവിടെ യൂഷ്വലി എന്ന് പറയുന്നൊരു വാക്കുണ്ട്. ഈ യൂഷ്വലി, എവ്രി ഡേ, എവ്രി വീക്ക്, അതുപോലെ ഓൾവേസ്, നോർമലി, സെൽഡം എന്നിങ്ങനെയുള്ള വാക്കുകൾ എപ്പോഴും പ്രസൻറ്റ് ടെൻസിൽ, ഓക്കെ, അങ്ങനത്തെ വാക്കുകളുണ്ടെങ്കിൽ നമ്മൾ പ്രസൻറ്റ് ടെൻസേ യൂസ് ചെയ്യുള്ളൂ. പലപ്പോഴും നടക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഓൺ ഹോട്ട് ഡേയ്സ് വി യൂഷ്വലി ഡാഷ് ഫോർ എ സ്വിം. ഒന്നില്ലെങ്കിൽ സി ആയിരിക്കണം, അല്ലെങ്കിൽ ഡി ആയിരിക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു സിമ്പിൾ പ്രസൻറ്റ് ആണല്ലേ. അനി ഗോസ് ആണോ ഗോ ആണോ എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടത്. അതിന് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ വി എന്നുള്ളൊരു സബ്ജക്റ്റ് ഉണ്ട് നമുക്ക്. വിൻ്റെ കൂടെ നമ്മൾ ഗോസ് എന്ന് പറയില്ല അല്ലേ. വി പ്ലൂറൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ വേർബും പ്ലൂറൽ ആയിരിക്കണം. ഗോസ് എന്ന് പറയുന്നത് സിംഗുലർ വേർബാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ആകെയുള്ളൊരു ഓപ്ഷൻ എന്താ? ഗോ ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഗോ ആണ്. ഓൺ ഹോട്ട് ഡേയ്സ് വി യൂഷ്വലി ഗോ ഫോർ എ സ്വിം. ഗോ ആണ് റൈറ്റ് ആൻസർ. സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു. English Mitra. Stop worrying, start learning.